കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ തന്നെയാണല്ലോ, നിങ്ങളെയൊക്കെ തന്നെയല്ലേ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പറഞ്ഞു 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 അല്ല, ശരിക്കും ഈ കല്യാണ പിരിവ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും കണ്ണൂരുണ്ട്. അതായത് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ആദ്യം 100 രൂപയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ, ഒരു ചെറിയ കവറിലിട്ടിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കും. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഹെവി വേർഷനാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി, ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത്. പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ 500 ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതായത് കാർഡിന്റെ അടിയിൽ എഴുതുമല്ലോ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ആയോ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് വേണ്ടാതെ. അപ്പൊ പൈസ വാങ്ങിക്കണ്ടാണ് ചെയ്തത്. ഓ, ഒരു കൈയ്യടിക്കണ ആരെങ്കിലും അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ കല്യാണത്തിന് അന്ന് ഈ രാത്രിക്ക് ഒരാൾ ഇരിക്കും ഇത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ, ഒരു എനിക്ക് തോന്നുന്നു 500 പേജിലെ ബുക്ക് നിറച്ചും ചിലപ്പോൾ ഉണ്ടാവും. അത്രയും പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചതിന് ഇരട്ടി തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയിൽ ഭയങ്കര വ്യക്തമായിട്ട് കാണിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദയുടെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാറില്ല, വാങ്ങിക്കാറില്ല. അപ്പോ അതും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ശരിക്കും ഈ അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ബേസിൽ ശരിക്കും ഒരു അജേഷാണ്. കാരണം IT ജോലി ചെയ്തിട്ട് സിനിമയിലെത്താൻ ഒരു മാർഗവും ഇല്ലാണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി, സിനിമ ഡയറക്റ്റ് ചെയ്തു, അഭിനയിച്ചു. ഇപ്പൊ ഞാനും ആനന്ദും പണ്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങള് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിൽ TV കാണിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല. അതിന്റെ ഓഡീഷന് പോയി. എറണാകുളത്തായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഓഡീഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല. അന്ന് രാത്രി ഞാൻ ഇവന്റെ വീട്ടിലാണ് താമസിച്ചത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അന്ന് 2000 എപ്പോഴോ. അപ്പൊ അതിന്നൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിലെത്തി. ഇപ്പൊ നമ്മൾ കണ്ടുപിട്ടി. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് സിനിമയിൽ എത്താൻ പറ്റി. കുറച്ചു പേരെങ്കിലും തിരിച്ചറിയുന്നു, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള അജേഷാണ്. അപ്പൊ ഈ സിനിമയിൽ അത് വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അജേഷ് എന്ന് പറഞ്ഞു ദീപക് എന്ന് പറയാനുള്ള എല്ലാവരുടെ ഉള്ളിലുണ്ട് അജേഷ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇല്ലേ? ആടാ പോരാളി. അത് തന്നെ. നീ നേരത്തെ അലക്സാണ്ടർ എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ, പോരാളി.